89-ാം മിനിറ്റിൽ തന്നെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ 60,000-ത്തിലധികം ആരാധകരുടെ ഗർജനമുയർന്നു. കാരണം അവർക്കെല്ലാം അറിയായിരുന്നു ഇനി അവർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്താണെന്ന്. ആ നിമിഷം ആർസണൽ ആരാധകനായിരുന്ന ഓരോ 60-കാരനും തൻ്റെ 40-കളിലേക്ക് മടങ്ങിപ്പോയ പോലെ തോന്നിയിരിക്കാം. ഓരോ 40-കാരനും തൻ്റെ യൗവനത്തിലേക്ക് തിരികെ പോയ പോലെ തോന്നിയിരിക്കാം. ഇതൊരു സാധാരണ രാത്രിയല്ലായിരുന്നു. എമിറേറ്റ്സിലെ 60,000-ത്തിലധികം വരുന്ന ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആർസണൽ പോലെയുള്ള ഒരു ക്ലബിന് ഓരോ സീസണിലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നല്ലായിരുന്നു ഇത്. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു ഇതിഹാസ നിമിഷം വീണ്ടും തിരിച്ചെത്തിയ ആ സുവർണ മുഹൂർത്തം. വർഷങ്ങളോളം അവർ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി, സ്ഥിരതയ്ക്കായി പോരാടി. പക്ഷെ ഇയാളുടെ കീഴിൽ, മിക്കൽ ആർട്ടിറ്റയുടെ കീഴിൽ ആർസണലിന് കുറച്ച് സമയം എടുത്തെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ല, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. മിക്കൽ ആർട്ടിറ്റയുടെ കീഴിൽ നമ്മൾ കണ്ടത് റീബിൽഡ് ഫേസിന്റെ അവസാനം, പക്ഷേ വിജയ കാലഘട്ടത്തിന്റെ തുടക്കം. 2006 സീസണിലാണ് ആർസണൽ അവരുടെ ആദ്യത്തെയും അവസാനത്തെയും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയത്. അതിനുശേഷം നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പ്. ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മാച്ചോട് കൂടി അതിനൊരു മാറ്റമുണ്ടായി. ചരിത്രമായി മാറുന്ന ആ മത്സരം. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ആർസണൽ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക്. അങ്ങനെ അവസാനം ആർസണൽ ബുഡാപെസ്റ്റിലേക്കുള്ള ആ വഴി കണ്ടെത്തി. പക്ഷെ ആ ഫൈനൽ പോയിന്റിലേക്ക് അവരെത്തുമ്പോൾ ഈ ഒരു കുതിപ്പിൽ ഒരുപാട് പ്രത്യേകതകൾ മിക്കൽ ആർട്ടിറ്റയുടെ ഈ ആർസണലിനുണ്ട്. 2004 ആർസനെ വെങ്ങറിന്റെ ആർസണൽ ഒരു മത്സരം പോലും തോൽക്കാതെ പ്രീമിയർ ലീഗിൽ ജേതാക്കളായി. അതായത് ഇൻവെൻസിബിൾസ്. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഒരു ഇതിഹാസ നിമിഷം തന്നെയായിരുന്നു അത്. പക്ഷേ ഈ സീസണിൽ മിക്കൽ ആർട്ടിറ്റയുടെ ആർസണലിന് പ്രീമിയർ ലീഗിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് അവരെത്തുമ്പോൾ ഒരു കാര്യത്തിൽ അവർ ഇൻവെൻസിബിൾസായി. ചാമ്പ്യൻസ് ലീഗിലെ ഒരു മത്സരത്തിൽ പോലും അവർ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ലീഗ് ഘട്ടത്തിൽ ഓരോ മത്സരവും വിജയിച്ചു മുന്നേറി. റൗണ്ട് ഓഫ് 16 ലെവർകൂസനെതിരെ 3-1 എന്ന എഗ്രിഗേറ്റ് വിജയം. ക്വാർട്ടർ ഫൈനലിൽ സ്പോർട്ടിങ്ങിനെതിരെ 1-0 എന്ന സ്കോർ ലൈനിൽ വിജയിക്കുന്നു. ഇപ്പോൾ ആ ചരിത്ര നിമിഷത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 2-1 എന്ന എഗ്രിഗേറ്റ് വിജയം സെമി ഫൈനൽസിൽ. ഈ മത്സരത്തിൽ വലിയൊരു മാർജിനൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. പക്ഷെ ആ ചെറിയ ലീഡ്, ആദ്യ പകുതിയിൽ അവർ സുരക്ഷിതമാക്കിയ ആ ഒരു ഗോള്, അതായിരുന്നു എല്ലാം. അതും അവരുടെ ഹേലഞ്ചിൽ നിന്ന് വന്ന് അവർ തന്നെ മാനുഫാക്ചർ ചെയ്തെടുത്ത് അവരുടെ സ്റ്റാർ ബോയിൽ നിന്നാകുമ്പോൾ അതിൻ്റെ ആരവം കൂടും. തൻ്റെ 300-ാമത്തെ മത്സരത്തിൽ നൽകിയ അതുല്യ പ്രകടനത്തിന് ശേഷം 301-ാമത്തെ മത്സരത്തിലും അതേ തരത്തിലുള്ള ഒരു പ്രകടനം ബുക്കായോ സാക്ക കാഴ്ചവെച്ചു. യോക്കറസിൻ്റെ ഒരു മനോഹരമായ റൺ, ട്രൊസാർഡ് മാർട്ടിനെല്ലിയെ ബെഞ്ചിലിരുത്തിയ തൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കിയ ആർട്ടിറ്റയുടെ തീരുമാനം ശരിയാണെന്ന് തെളിയിച്ചു. വളരെ പേഷ്യൻ്റായിട്ട് എടുത്ത ഒരു ഷോട്ട്, ബോൾ റീബൗണ്ടായി തിരിച്ചു വന്നു. പക്ഷെ ബുക്കായോ സാക്ക ഓരോ ഫോർവേഡും കീപ്പ് ചെയ്യേണ്ട ആ ഒരു ക്വാളിറ്റി അവിടെ കീപ്പ് ചെയ്തു. യോക്കറേസ് എത്താൻ സമയമെടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റീബൗണ്ട് വരുന്ന ബോൾ സ്വന്തമാക്കാനുള്ള ആ മനസ്സ്, അതാണ് ആർസണലിൻ്റെ സ്റ്റാർ ബോയ് അവിടെ ചെയ്തത്. അവനത് ആർസണലിന് വേണ്ടി നേടി. അവനത് എമിറേറ്റ്സ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ 60,000-ത്തിലധികം വരുന്ന ഗണ്ണർ ഫാൻസിന് വേണ്ടി നേടി. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആർസണൽ ആരാധകർക്ക് വേണ്ടി നേടി. ഇയാളെക്കുറിച്ച് പറയണം, ആരെന്നല്ലേ? ആർസണൽ അത്ലറ്റിക്കോ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്. പക്ഷെ ഞാൻ പറയും, ഈ മത്സരത്തിൽ മാത്രമല്ല, എന്നാൽ ഈ സീസണിൽ ഉടനീളം ആർസണലിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയർ ഡെക്ലൻ റൈസ് ആയിരുന്നു എന്ന്. ആർസണലിൻ്റെ എൻജിൻ ഡെക്ലൻ റൈസ്. രണ്ടാം പകുതിയുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും അത്ലറ്റിക്കോയുടെ ഒരു ഗോൾ പോലും ബോക്സിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. സെൻട്രൽ ലൈൻ തൻ്റെ നേതൃത്വത്തിൽ അവിടെ ബ്ലോക്ക് ചെയ്തു. ടീമിനെ കൂട്ടിപ്പിടിച്ച് നിർത്തിയത് ഡെക്ലൻ റൈസ് ആയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു സൈഡിൽ നമ്മൾ വിജയം ആഘോഷിക്കുമ്പോൾ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. പരാജയം നേരിടേണ്ടി വരുന്നവരുടെ അവസ്ഥ. ജേഴ്സി നമ്പർ 7 ഓഫ് അത്ലറ്റിക്കോ മാഡ്രിഡ്, ദ ഫ്രഞ്ച് ഇന്റർനാഷണൽ ഗ്രീസ്മാൻ, അത്ലറ്റിക്കോയിലെ തൻ്റെ അവസാന സീസണിൽ ഒരു ട്രോഫി പോലും കാണാതെ പടിയിറങ്ങേണ്ട അവസ്ഥ. മെട്രോപൊളിറ്റാനോയിൽ ആർസണലിനെതിരെയുള്ള ആദ്യ പാതയിൽ ആളുടെ സ്റ്റേഡിയത്തിൽ ചുറ്റും കണ്ണോടിച്ചുള്ള വൈകാരികമായ ആ ഒരു നിമിഷം നമ്മൾ ഫുട്ബോൾ ഫാൻസ് എല്ലാവരും കണ്ടതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിജയം തേടി അത്ലറ്റിക്കോയിൽ നിന്ന് ബാർസലോണയിലേക്ക് എത്തിയപ്പോൾ അത്ലറ്റിക്കോ ലാ ലീഗ വിജയിച്ചു. 10 വർഷം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചു. പക്ഷേ ഒരു ലാ ലീഗയോ ചാമ്പ്യൻസ് ലീഗോ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. നിർഭാഗ്യം എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും മിക്കൽ ആർട്ടിറ്റ 6 വർഷം എടുത്താലും ആ 6 വർഷത്തെ ഓരോ വിയർപ്പ് തുള്ളിയും വിലമതിക്കുന്നതാക്കി ആർസണലിനെ ഫൈനലിൽ എത്തിച്ചു. ഇത് വെറും ഒരു ജയം മാത്രമല്ല, 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യൂറോപ്യൻ ഫുട്ബോളിൻ്റെ രാജകീയ വേദിയിൽ ആർസണൽ വീണ്ടും തങ്ങളുടെ സിംഹാസനം തിരിച്ചു പിടിക്കാൻ പോകുന്ന നിമിഷം. ഇത് ചരിത്രം, ആർസണലിൻ്റെ ചരിത്രത്തിൽ വീണ്ടും എഴുതപ്പെടാൻ പോകുന്ന ആ നിമിഷം. ദ മിക്കൽ ആർട്ടേറ്റ എറ ഓഫ് ആർസണൽ.